ഹായ് ഫ്രണ്ട്സ്, ഇത് മലബാർ സ്പിനാച്ച്, അതായത് മലബാർ ചീര വേര് പിടിപ്പിച്ചതാണത്. വള്ളിച്ചീരയാണത്. വള്ളിയായിട്ട് ഇങ്ങനെ പടർന്നു പോകും. രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഇതുപോലത്തെ ചുവപ്പ് കളറും മറ്റൊന്ന് പച്ച കളറും. ഇലയുടെ നിറം രണ്ടും പച്ച തന്നെയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു 2-3 മുട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ കിണർ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് ഇതുവരെ വേര് പിടിച്ച് കിട്ടും. ഞാനത് കാണിച്ചു തരാം. എല്ലാം അങ്ങനെ വേര് പിടിച്ചിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണത്. ഇത് നമുക്ക് തോരനും വയ്ക്കാം, പിന്നെ പരിപ്പ് കറിയും വയ്ക്കാം. പരിപ്പിട്ടിട്ട് ഈ ചീരയുടെ ഇളം തണ്ടും ഇലയും അരിഞ്ഞിട്ട് നമുക്ക് പരിപ്പ് കറി വയ്ക്കാം. നെയ്യും കൂട്ടി ഭക്ഷണം കഴിക്കാൻ നല്ല ചോറുണ്ണാൻ വളരെ രസമാണ്. ഒരു ചമ്മന്തി ഇവിടെ ഉണ്ടായാൽ അത്യാവശ്യമായി. പിന്നെ ധാരാളം വൈറ്റമിൻസ് ഉള്ള ഒരു ചീരയാണത്. നമ്മുടെ മറ്റ് ചീര പോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഇതേപോലെ പ്രൊപ്പഗേഷൻ നടത്താൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ വേര് പിടിപ്പിച്ച ചീരത്തണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നട്ടു കൊടുത്താൽ മതി. ഒരു 2-3 ആഴ്ച, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ വള്ളിയായിട്ട് പടർന്ന് കയറും. അത് പിന്നെ ഒരിക്കലും നശിച്ചു പോയില്ല. അത് നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് നമുക്ക് നിർത്താവുന്ന, നമ്മളെ മറ്റേ സാധാരണ ചീര പോലെ മഴയത്തൊന്നും ഇതിന് പ്രശ്നമില്ല. വള്ളിയായിട്ട് പടർന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ നമുക്ക് ഈ ചീരയുടെ ഉപയോഗത്തിനും കൊള്ളാം. അപ്പോൾ എല്ലാവരും ഈ വള്ളിച്ചീര, മലബാർ സ്പിനാച്ച് എന്ന് പറയുന്ന ഈ ചീര സംഘടിപ്പിച്ച്, ഇപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് പിന്നെ പോയി. ഇപ്പോൾ ഇത് വളർന്ന് വന്നിട്ട് വള്ളിയായി വരുമ്പോൾ ഞാൻ ആവശ്യമുള്ളവർക്ക് തരാം. അപ്പോൾ ഇത് കളക്ട് ചെയ്തിട്ട് നട്ട് പിടിപ്പിക്കാൻ നോക്കുക. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനി ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ നട്ട് വയ്ക്കും. അപ്പോൾ അത് പൊടിച്ച് പടർന്നതിന് ശേഷം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ശരി, ഓക്കെ.